ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുറേ ആൾക്കാർ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ. അതിനകത്ത് ഇപ്പം കല്യാണം പറഞ്ഞ നയന, സന്ധ്യ, ജഗ്ഗു, പിന്നെ എൻ്റെ ഒന്നിച്ച് പഠിച്ച സൗമ്യ. എതിർത്തവരാണ് ഇത് വേണ്ട, ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലെ ആദ്യം ഇപ്പൊ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലൊന്നും ചെയ്തു തരാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. എൻ്റെ അടുത്തൊന്നും ഓപ്പണായി പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ചെയ്തൊരു വിഡിത്താണല്ലോ അങ്ങനെ ഒളിച്ചോടി പോയത്. കുഴപ്പമില്ലല്ലോ, വിധി. ഇപ്പൊ കുഴപ്പമില്ല, അതിലൊക്കെ ഉണ്ടായതുകൊണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. പോയതൊക്കെ പോട്ടെ പോട്ടെ, എല്ലാം മായ്ച്ചു കളഞ്ഞു. മോള് +2 കഴിഞ്ഞു, മോൻ 3rd. ഇനി മോളെ എന്താക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ രണ്ടുപേർക്കും? അവരുടെ ഇഷ്ടമാണ്, വിട്ടുകൊടുക്കും. എങ്കിൽ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഏട്ടൻ പഠിക്കുമ്പോൾ LLB പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ഡാൻസും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിൽക്കാണ്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇറക്കാമെന്ന് വെച്ചു. എൻ്റെ ഒരു ലീഗൽ ഫേം, അതൊരു ലെഗസി എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾക്കല്ലേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ. അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതെ അതെ, അവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഈ അതുപോലെ ഇപ്പം വേറെ കമന്റുകൾ വന്നത് ഉടനെ ഞങ്ങൾക്ക് കുട്ടികൾ വേണം അല്ലേ, അത് പറഞ്ഞതായിട്ട് അയ്യോ അതിന് അങ്ങനൊന്നും അല്ല സംഭവം. ശരിക്കും അത് കേട്ടാൽ മനസ്സിലാവും. അതിന് യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അവര് ചോദിക്കുന്നതിന് ഏട്ടൻ ആൾക്കാർക്കായിട്ട് മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ കയ്യിലല്ലല്ലോ കിടക്കുന്നത്. കുട്ടികളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് മെയിൻ അതല്ലല്ലോ. നമ്മളൊരു പാർട്ട്ണർ, നമ്മളെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ നിൽക്കുക, ചേർത്ത് പിടിക്കുക. സങ്കടം വരുമ്പോൾ, അത് തലവേദന വരുമ്പം സാരില്ല, ഇപ്പോൾ പറയട്ടെ കുഞ്ഞുമോളെ സാരില്ല പോട്ടെ, ഇങ്ങനെ പറയാൻ ഒരാൾ ഇതുപോലെ ഏട്ടന് എന്തെങ്കിലും വന്ന് തിരിച്ചങ്ങോട്ടേക്ക്. അങ്ങനെയാണ് വേണ്ടത്. അത് അവരെ ചോദ്യങ്ങൾക്ക് പിന്നെ എന്തോന്ന് ചെയ്യാനെന്ന് വട്ടം കൂടി എന്ന് 3:30 വരെ എന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏട്ടൻ മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാനും കൊടുത്തു സപ്പോർട്ട്. വന്നു അത് വന്നു, ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു. സഭ്യത എന്ന് പറയുന്നൊരു മതിലുണ്ട്, അതുകൊണ്ട് പറയാത്തത്. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സഭ്യത ബാക്കിയുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ. കുഞ്ഞുങ്ങൾ പറയുന്ന രീതി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അത്തരം കമൻറ്റുകൾക്ക് ഞങ്ങൾ റിപ്ലൈ തരില്ല, പേടിക്കേ വേണ്ട. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.